ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്നത്തെ നമ്മളുടെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 15-ഉം 16-ഉം വാക്യങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 15-ഉം 16-ഉം വാക്യങ്ങൾ. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. ഇന്നത്തെ നമ്മളുടെ ചിന്ത എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ശീമോൻ പത്രോസിന്റെ ഒരു വലിയ തിരിച്ചറിവിനെ കുറിച്ചാണ്. ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മറ്റൊന്നുമല്ല, ദൈവപുത്രനായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നത് മനുഷ്യപുത്രനെ നിങ്ങൾ ആർ, അല്ലെങ്കിൽ മനുഷ്യരൊക്കെ ആർ എന്ന് ചോദിക്കുന്നു എന്നതിനുള്ള ഉത്തരമായി അവർ പറഞ്ഞത്, ചില പറയുന്നു യോഹന്നാൻ എന്നും ഏലിയാവ് എന്നും ഇരമ്യാവ് എന്നൊക്കെ പറയുന്നു. അങ്ങനെ അവരുടെ ഇടയിൽ ശീമോൻ പത്രോസിന് ഒരു തിരിച്ചറിവുണ്ടാവുകയാണ്. അപ്പോൾ മനുഷ്യർ പറയുന്നത് ഇങ്ങനെയാണ്, യോഹന്നാനാണ്, ഏലിയാവാണെന്നൊക്കെയാണ്. പക്ഷേ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു ചോദ്യം, നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നതിന് യേശുവിന്റെ ഈ ചോദ്യത്തിന് ശീമോൻ പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ദൈവത്തിന്റെ പുത്രനാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായ പത്രോസിന്റെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള തിരിച്ചറിവാണ്. ജീവനുള്ള ദൈവപുത്രൻ അഥവാ ക്രിസ്തു, രക്ഷകൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരു തിരിച്ചറിവാണ് ഇവിടെ പത്രോസിന് ലഭിക്കുന്നത്. ഈ വാക്യത്തിൽ നമുക്ക് തരുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്, ഇന്ന് ഭൂമിയിൽ എത്ര പേരാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നത്, അവൻ രക്ഷകനാകണമെന്ന്? ഇവിടെയാണ് ഒരു വലിയ ചോദ്യം ഇവിടെ ഉന്നയിക്കപ്പെടുന്നത്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോരുത്തരും ദൈവത്തെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ദൈവം വെളിച്ചമാകുന്നു. ഈ വെളിച്ചത്തിൽ നമ്മൾ നടക്കുമ്പോൾ ആത്മീക വെളിച്ചം നമ്മുടെ അകത്തേക്ക് വീശും. എങ്ങനെ ഇരുന്നാലും ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ആ വെളിച്ചമായ ക്രിസ്തുവിനെ അറിയണം. ആ ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്നുള്ളൊരു തിരിച്ചറിവാണ് വരുന്നത്. പല മനുഷ്യർക്കും ഈ രക്ഷകനായ ക്രിസ്തുവിനെ അറിയാത്ത ഒരവസ്ഥയിലൂടെയാണ് ലോകം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിത്യജീവൻ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്ന ദൈവപുത്രനിലൂടെയാണ്. മനുഷ്യർക്ക് പലർക്കും യേശുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്നാൽ ശീമോൻ പത്രോസിന് യേശുവിനെ തിരിച്ചറിയാൻ കഴിയുന്നു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്, അല്ലെങ്കിൽ ക്രിസ്തുവാണെന്നൊക്കെയുള്ള ഒരു വലിയ തിരിച്ചറിവ് ഉണ്ടാകുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് യേശുവിനെ തിരിച്ചറിയുവാൻ കഴിയണം. യേശുവിനെ എങ്ങനെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും? അവന്റെ വചനത്തിലൂടെ. അവന്റെ വചനം എന്ന് പറയുന്നത് ആത്മാവും ജീവനുമാകുന്നു. ആത്മാവും ജീവനുമായ ഈ വചനത്താൽ നമുക്ക് ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയും. നിത്യജീവന്റെ പക്കൽ ഈ ക്രിസ്തുവിൽ കൂടിയാണ്. ആ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ടു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റെങ്കിൽ ഈ ക്രിസ്തുവിനെ നാം അറിയണം. ഇത് ദൈവപുത്രനാണെന്നും ഇത് നമ്മളുടെ രക്ഷകനാണെന്ന്, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മളെ വിടുവിക്കാൻ ശക്തനാകണമെന്നുമുള്ള ഒരു വലിയ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടുന്നത്. ദൈവത്തെ തിരിച്ചറിയണം. പിതാവായ ദൈവം എന്ന് പറയുന്നത് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനാണ്. സർവത്തെയും സൃഷ്ടിച്ചവനാണ് ദൈവം എന്ന് പറയാം. ആ ദൈവത്തിന്റെ പുത്രനാണ് ക്രിസ്തു. ആ പിതാവിനെ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. സൃഷ്ടി എന്ന് പറയുന്നത് സൃഷ്ടാവിനെ അറിഞ്ഞിരിക്കണം. സൃഷ്ടാവിനെ ആരാധിച്ചിരിക്കണം. അങ്ങനെ ആരാധിക്കണമെങ്കിൽ തന്റെ പുത്രനായ ക്രിസ്തു, അല്ലെങ്കിൽ ഈ ദൈവപുത്രനെ അറിഞ്ഞിരിക്കണം. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ് പിതാവിലേക്കുള്ള ഒരു ദൈവിക പ്രവേശനം. ഈ ക്രിസ്തുവിനെ പത്രോസ് തിരിച്ചറിഞ്ഞു ദൈവപുത്രനായി. അവന്റെ വചനം നമ്മൾ ധ്യാനിക്കുന്നതിലൂടെ അവനെ നമ്മൾ തിരിച്ചറിയുന്നെങ്കിൽ ആ പിതാവായ ദൈവത്തിന് അടുക്കിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കും. യേശു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു.
ആട്ടിൻ തൊഴുത്തിന്റെ വാതിൽ എന്ന് പറയുന്നത് അത് രക്ഷകനെ കാണിക്കുന്നതാണ്. വിശ്വാസികളായ മനുഷ്യർ ആ വാതിലായ ക്രിസ്തുവിൽ കൂടെ ആ പിതാവായ ദൈവത്തിന്റെ അടുക്കിലേക്ക് നമ്മൾ നമ്മുടെ ആത്മാവിനെ എത്തിക്കണം. അതാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്ന വാതിൽ എന്ന് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ പുത്രനെ നമ്മൾ മനസ്സിലാക്കണം. ശീമോൻ പത്രോസ് യേശുവിനെ തിരിച്ചറിഞ്ഞു. യേശുവിനെ തിരിച്ചറിയാൻ നമുക്ക് ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ കഴിയുന്നുണ്ടോ? കോടാനി ജനങ്ങൾ ഉള്ളതാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. അളക്കാൻ പറ്റാത്ത ഒരു വലിയ പോപ്പുലേഷനുമുള്ള അതാണ് നമ്മളുടെ ഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ തിങ്ങിപ്പാർക്കുന്ന ഈ ഭൂമിയിൽ എത്ര പേര് കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുന്നുണ്ട്? അവൻ ദൈവപുത്രനാണെന്ന്, അത്യുന്നതനായ പിതാവായ ദൈവത്തിന്റെ പുത്രനാണെന്ന് എത്ര പേർ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയണം. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നു. അതുപോലെ തന്നെ ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. അതുപോലെ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിപ്പാൻ വന്നു. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തു അന്ത്യനാളിൽ പറയുന്നൊരു കാര്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഈ സമയത്ത് കർത്താവായ യേശു ക്രിസ്തുവിനോട് ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കർത്താവേ നീ എപ്പോൾ വന്നു? കർത്താവ് പറഞ്ഞു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. അപ്പോൾ അവർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ നീ എപ്പോൾ നഗ്നനായി വന്നു? എപ്പോൾ നീ ദാഹിച്ചു? എപ്പോൾ നീ വിശന്നവനായി വന്നു? എപ്പോൾ തടവിലായി? എന്നൊക്കെ ഒരേ അർത്ഥത്തിൽ അവർ കർത്താവായ യേശുവിനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ഈ ചെറിയ സഹോദരന്മാർക്ക് നിങ്ങൾ ചെയ്തതെല്ലാം എനിക്കാകുന്നു. അപ്പോൾ ഇവിടെ വെളിപ്പെടുന്ന ഒരു വലിയ ദൈവിക സന്ദേശം എന്ന് പറയുന്നത്, യേശുവിനെ തിരിച്ചറിയാൻ കഴിയണം. വിശക്കുന്നവന് ആഹാരം, ദാഹിക്കുന്നവന് വെള്ളം, അതുപോലെ രോഗിയായിരിക്കുന്നവരെ കാണുന്നൊരവസ്ഥ, ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് ആ ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ കഴിയും. അവർ ചോദിക്കൊരു കാര്യമുണ്ട്, കർത്താവ് നീ എപ്പോൾ വന്നു? ഇങ്ങനെ ഈ അവസ്ഥയിലൊക്കെ എന്നെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്നുള്ളൊരു ചില അർത്ഥത്തിലാണ് അവർ ചോദിക്കുന്നത്. യേശു പറയുന്നത്, ഈ ചെയ്തതൊക്കെയും എനിക്കാ. നിങ്ങൾ ഈ ചെറിയ സഹോദരന്മാർക്ക് നിങ്ങൾ ചെയ്തത് എനിക്കാ. അപ്പോൾ അവരുടെ വേഷത്തിൽ കർത്താവ് വരുന്നു എന്നൊരു അർത്ഥമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അവർക്ക് ചെയ്യുന്നതെല്ലാം കർത്താവിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ സന്ദേശം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിനകത്ത് ക്രിസ്തു പല രൂപത്തിൽ നമ്മുടെ അടുത്ത് വരാം. ചിലപ്പോൾ നഗ്നനായിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ വിശന്നിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ എന്താ പറയുന്നേ, ആഹാരത്തിന് വകയില്ലാത്തൊരവസ്ഥ, തടവിലായിരിക്കുന്ന ഒരവസ്ഥ, ഏതെങ്കിലുമൊക്കെ അവസ്ഥയിൽ ചില മനുഷ്യരെ കാണുവാൻ സാധിക്കുന്നു. അവരിലെല്ലാം ഒരുപക്ഷെ ഒരു ക്രിസ്തു കാണും. അതുകൊണ്ട് അവർക്ക് നമ്മൾ ചെയ്യുന്നതെല്ലാം ക്രിസ്തുവിനാണ്. ഇങ്ങനെ ക്രിസ്തുവിനെ നമ്മൾ തിരിച്ചറിയുവാൻ കഴിയണം. ഇത് ആത്മീയതയുടെ മറ്റൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ അവസരത്തിൽ യോഹന്നാൻ സ്നാപകൻ പറയുന്ന ഒരു കാര്യമുണ്ട്, 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ. അപ്പൊ യേശു പറഞ്ഞു, നിങ്ങൾ കൊടുക്കണം, അമർത്തി കുലുക്കി ഞങ്ങൾക്ക് നല്ല ഒരു അളവ് നിങ്ങളുടെ മടിയിൽ തരും. ഇവിടെയെല്ലാം കർത്താവ് യേശു ക്രിസ്തു പറയുന്നതും യോഹന്നാനൊക്കെ പറയുന്നതും നമുക്ക് മനസ്സിലാക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നവരായിരിക്കും. ദശാംശം നമ്മൾ കൊടുക്കുന്നവരായി. ഇതൊക്കെ ദൈവത്തിന് വേണ്ടിയാണ് നാം ചെയ്യുന്നത്. യേശു പറഞ്ഞു, നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പീൻ എന്നൊരു പുതിയ കൽപ്പന തരുന്നു. അപ്പോൾ ഈ തമ്മിൽ സ്നേഹിക്കുമ്പോൾ നാം യേശുവിനെ സ്നേഹിക്കുന്നത്. കാരണം യേശു മനുഷ്യരിലാണ് വസിക്കുന്നത്. അതുകൊണ്ട് അവന്റെ വചനമാണ് നമ്മളിൽ വസിക്കുന്നത്. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും എന്നോട് ചോദിപ്പീൻ എന്ന് യേശു പറയുന്നുണ്ട്. അപ്പോൾ അവന്റെ വചനം മനുഷ്യരിൽ വസിക്കുമ്പോൾ അവൻ മനുഷ്യരിലാണ് വസിക്കുന്നത്. യേശു എങ്ങനെയാണ് വരുന്നത്? മനുഷ്യരിൽ കൂടെയാണ്. കർത്താവായ യേശു ക്രിസ്തു പലരിലൂടെയും നഗ്നനായി നമ്മളുടെ എന്താ പറയുന്നത്, നഗ്നതയുടെ അനുഭവം, ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തൊരനുഭവം, ജീവിതത്തിന്റെ അകത്ത് പല രീതിയിൽ നഗ്നതയുടെ അനുഭവം ഉണ്ടാകും. സാമ്പത്തികത്തിനകത്ത് ദാരിദ്ര്യം ഉണ്ടാകും, അല്ലെ വേറൊരു ജീവിതത്തിൽ എന്തെങ്കിലും പാളിച്ചു വരുമ്പോൾ, എങ്ങനെയാണെങ്കിലും
ഒരു നഗ്നതയുടെ അനുഭവം ലോകത്തിൽ വെച്ച് നമുക്ക് ഉണ്ടായി എന്ന് വരാം. എങ്ങനെയാണെങ്കിലും ചിലപ്പോൾ വിശുദ്ധ അവസ്ഥയിലായിരിക്കുക. എങ്ങനെയാണെങ്കിലും കർത്താവായ യേശു ക്രിസ്തു ചിലപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ മറ്റു മനുഷ്യരിലൂടെ വരാം. എന്നാൽ യേശുവിനെ നാം തിരിച്ചറിയേണ്ടതാണ്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ തിരിച്ചറിയുന്ന ശീമോൻ പത്രോസിനെ കുറിച്ചാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. യേശുവിനെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയണം. യേശു ദൈവപുത്രനാണെന്ന് തിരിച്ചറിയാൻ കഴിയണം. മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെയും കരുതുന്നതിലൂടെയും യേശുവിനെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. മറ്റുള്ളവർക്ക് സഹായിക്കുന്നതിലൂടെ നമ്മൾ യേശുവിനെ സഹായിക്കുന്നതാണ്. ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു കടൽപ്പുറത്ത് മനസ്സിലാകാൻ പറ്റാത്ത ഒരു രൂപത്തിൽ വരുന്നതായിട്ട് നമുക്ക് വേറൊരു വേഷത്തിൽ, ഒരു മനുഷ്യ രൂപത്തിന്റെ വേഷത്തിലൊക്കെ വന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ശീമോൻ പത്രോസിനോടൊപ്പം. അങ്ങനെ ആ ശിഷ്യന്മാർ, അവിടെ നിന്നിരുന്നവർ യേശുവിനെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ ശീമോൻ പത്രോസിന് കർത്താവിനെ മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ശീമോന് പത്രോസിനെ പലപ്പോഴും മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെയെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത്, ലോകത്തിൽ നമ്മൾ ജീവിച്ചു വരുമ്പോൾ ക്രിസ്തുവിനെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം. ലോകത്തിലെ പല മനുഷ്യർക്കും ഇന്ന് ദൈവപുത്രനെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. ആ യഥാർത്ഥ ദൈവത്തെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് യേശു ക്രിസ്തു എന്ന് പറയുന്നത് രക്ഷകനായ ദൈവമാണ്. യേശുവിനെ നമ്മുടെ ജീവിതത്തിനകത്ത് മനസ്സിലാക്കുവാൻ സാധിക്കണം. അവൻ ദൈവപുത്രനാണ്. ഇതൊക്കെയും നമുക്ക് ഈ അവസ്ഥയിൽ തരുന്ന ഒരു വലിയ സന്ദേശമാണ്. ദൈവം എന്ന് പറയുന്നത് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും അനുഗ്രഹിച്ച് സമൃദ്ധിയിലെത്തിച്ചു. ആ സമൃദ്ധിയിലെ ഒരു പങ്ക് നാം ദൈവത്തിന് കൊടുക്കണം. മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ കർത്താവിന് കൊടുക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ശബ്ദം നമുക്ക് തിരിച്ചറിയുവാൻ കഴിയണം. യോഹന്നാൻ പത്മോസിലായിരിക്കുമ്പോൾ കർത്താവിനെ തിരിച്ചറിയുന്ന ഒരു അനുഭവത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പൗലോസ് ശ്ലീഹ യേശുവിനെ തിരിച്ചറിയുവാൻ സാധിക്കുന്നു. ഇവർക്കെല്ലാം ക്രിസ്തുവിനെ അറിയുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് ദൈവപുത്രനായി മനസ്സിലാക്കി ആ നിത്യരക്ഷ അവകാശമാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ വചനത്തിൽ പറയുന്നത് ശിഷ്യന് യേശുവിനെ തിരിച്ചറിയുവാൻ കഴിയും. അപ്പൊ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് മനസ്സിലാക്കി തന്നത്. അപ്പോൾ ദൈവം, സ്വർഗസ്ഥനായ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ഉണ്ടെങ്കിൽ ആ ക്രിസ്തുവിനെ യഥാർത്ഥമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ആ സ്വർഗസ്ഥനായ പിതാവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അവനോട് പ്രാർത്ഥിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് യേശു പറഞ്ഞു, സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ചു വേണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ. അങ്ങനെ പ്രാർത്ഥിച്ച സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് ആ യേശുവിനെ യഥാർത്ഥമായി, ആ ദൈവപുത്രന്റെ എല്ലാ അധികാരങ്ങളെ യഥാർത്ഥമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനുള്ള കഴിവും വരവും തരും. അതുകൊണ്ട് യേശുവിനെ മനസ്സിലാക്കിയ പത്രോസ്, ആ പത്രോസിന്റെ ജീവിതം നമ്മൾ പഠിച്ചപ്പോൾ മനസ്സിലാക്കുവാൻ സാധിച്ചത്, ആ പത്രോസിന് സ്വർഗസ്ഥനായ പിതാവാണ് അത് വെളിപ്പെടുത്തി കൊടുത്തത്. ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ വചനം മനസ്സിലാക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, സ്വർഗസ്ഥനായ പിതാവിന്റെ ശക്തിയാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവപുത്രനായി നമുക്ക് കാണുവാൻ സാധിക്കും, അറിയുവാൻ സാധിക്കും. അങ്ങനെ ആ യേശുവിൽ കൂടെ നമുക്ക് നിത്യജീവനെ ലഭിക്കും എന്നുള്ളൊരു വലിയ ഉറപ്പാണ് ഇവിടെ തരുന്നത്. അതുകൊണ്ട് ഈ ഭൂമിയിൽ നാനാ ജാതികൾ ജീവിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവ് എന്ന യഥാർത്ഥ ദൈവത്തിലേക്ക് അടുത്തിലേക്ക് എത്തുവാൻ ആ നിത്യജീവന്റെ ഉറവിടമായ ക്രിസ്തുവിനെ അവർ അംഗീകരിക്കേണ്ടതുണ്ട് രക്ഷകനായി. അങ്ങനെ അംഗീകരിക്കുമ്പോൾ, യേശു ദൈവപുത്രനാണെന്ന് മനസ്സിലാക്കുമ്പോൾ ആ നിത്യതയിൽ അവർക്ക് എത്തുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ നമ്മളുടെ വേദചിന്ത എന്ന് പറയുന്നത് വേറൊന്നുമല്ല, യേശു ക്രിസ്തു എന്ന് പറയുന്ന ദൈവപുത്രനെ പത്രോസ് തിരിച്ചറിഞ്ഞതുപോലെ ദൈവത്തിന്റെ വചനത്തിലൂടെയും പരിശുദ്ധാത്മാവ ദൈവത്തിലൂടെയും സ്വർഗസ്നായ പിതാവിലൂടെയും ആ ക്രിസ്തുവിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ള വലിയ സന്ദേശമാണ് നമുക്കിവിടെ
ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.